അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംനി മാ യൻഫഅനി വസിദ്നി ഇൽമ. അല്ലാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എപ്പോഴും വർഷിപ്പുമാറാകട്ടെ. കൽബ്, മനസ്സിനെക്കുറിച്ച് ഒന്നുകൂടി പറയണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ഒരു സ്റ്റുഡൻ്റ് ഓഫ് നോളേജാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് വിവരവും അറിവൊന്നും എനിക്കില്ല. കൽബ് എന്ന വാക്കിന് മാറിമറിയുന്നത് എന്ന ആശയം കൂടിയുണ്ട്. അതിനാൽ മനുഷ്യൻ എപ്പോഴും തിന്മയിലേക്കുള്ള തൻ്റെ മനസ്സിൻ്റെ മാറ്റം ഭയപ്പെടണം. ഏത് നിമിഷവും അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ഉപദേശിച്ച കാര്യം, നമ്മളുടെ മനസ്സ് ഇളകിപ്പോകാതിരിക്കാൻ, ചാഞ്ചാട്ടമുള്ള മനസ്സിനെ പിടിച്ചു നിർത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. യാ മുക്കല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് കൽബി അലാ ദീനിക്. ഇളകിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ നിൻ്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തണമേ. യാ മുക്കല്ലിബൽ ഖുലൂബ് സർരിഫ് കൽബി അലാ തഅതിക്. ഇളകിമറിയുന്ന എൻ്റെ ഹൃദയത്തെ നിൻ്റെ മാർഗത്തിലേക്ക് നയിക്കണമേ. ഏത് ദുർബല നിമിഷത്തിലും മനസ്സ് മാറി തെറ്റിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. തെറ്റുകൾ പ്രവർത്തിക്കാനുള്ള പ്രവണത മനുഷ്യൻ്റെ പ്രകൃതിയിൽ തന്നെ ഊട്ടപ്പെട്ടതാണ്. ഈമാനിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ അതിനെ പിടിച്ചു കെട്ടാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ്റെ ഉള്ളിൽ തന്നെയാണ് കുടികൂടിയിരിക്കുന്നത്. മഹാപണ്ഡിതനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത്, ഖുർആൻ പരിശോധിച്ചാൽ മനസ്സിനെ 3 തരമായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് അമ്മാറ. അത് മനസ്സിനെ ചീത്തയായ വികാരങ്ങൾക്ക് അടിമപ്പെടുത്തിക്കൊണ്ട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. രണ്ടാമത്തത് ലവ്വാമ. ഒരു തെറ്റ് ചെയ്താൽ സ്വന്തത്തെ കുറ്റപ്പെടുത്തി പശ്ചാത്തപിക്കുന്ന മനസ്സ്. മൂന്നാമത്തത് മുത്തുമയിന്ന. തിന്മയോട് കടുത്ത വിരോധവും നന്മയോട് നല്ല ഇഷ്ടമുള്ള മനസ്സ്. ഏതവസ്ഥയിലും ഇളകിമറിയാത്ത, തിന്മയോട് കടുത്ത വിരോധമുള്ള മനസ്സും നന്മയോട് ഏറെ ഇഷ്ടം തോന്നുന്ന മനസ്സും. എന്നാൽ മൂന്നാമത് പറഞ്ഞ മുത്തുമഇന്നയായ മനസ്സിൻ്റെ ആളുകളെ അള്ളാഹു വിളിക്കുന്നതായിട്ട് നമ്മൾക്ക് സൂറ അൽ ഫജറിലൂടെ കാണാം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, നീ നിൻ്റെ രക്ഷിതാവിങ്കിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും മടങ്ങിക്കൊള്ളുക. എന്നിട്ട് എൻ്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചു കൊള്ളുക, എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ സ്വർഗാവകാശിയാകാനുള്ള പ്രവൃത്തികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രവേശിക്കാൻ 1 മുഴം മാത്രം ബാക്കി നിൽക്കെ പെട്ടെന്ന് അവൻ്റെ അവസ്ഥയിൽ മാറ്റം വന്ന് നരകത്തിൽ പോകാനുള്ള പ്രവൃത്തിയിൽ ചെയ്ത് അതിനർഹനാകുന്നു. മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞതായി അള്ളാഹു നമ്മളെ അറിയിക്കുന്നുണ്ട് സൂറ യൂസുഫിലൂടെ. വമാ ഉബരി നഫ്സി ഇന്ന നഫ്സുൽ അമ്മാറത്തു ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. തീർച്ചയായും മനസ്സ് ദുഷ്പ്രവൃത്തിക്ക് ഏറെ പ്രേരിപ്പിക്കുന്നത് തന്നെയാകുന്നു. എൻ്റെ രക്ഷിതാവിൻ്റെ കരുണ ലഭിച്ച മനസ്സൊഴികെ തീർച്ചയായും എൻ്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാകുന്നു. അതുകൊണ്ടാണ് മതപരമായ വിജ്ഞാനം ലഭിച്ചാലോ ഭൗതികമായ വിജ്ഞാനം ലഭിച്ചാലോ ഒരു കാരണവശാലും അഹങ്കരിക്കരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, വിജ്ഞാനം ലഭിച്ച ആളുകൾ പറയും, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അറിവ് വന്നതിന് ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിർത്തണമേ. ഹൃദയത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാകുന്നു നീ. അല്ലാഹു അക്ബർ. യാ ഹയ്യ് യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് തവഫനാ മുസ്ലിമീന വൽഹഖ്നാ ബിസ്സാലിഹീൻ.